നിങ്ങൾ ഒരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ലോൺ മുഖേനയായിരിക്കും കാർ എടുക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് അവിടെ സക്സസ് ആവാൻ വേണ്ടി പോകുന്നത് ലോൺ മുഖേനയാണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ ഒരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതാണ് ബെസ്റ്റ് ബാങ്ക്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഓൺ റോഡ് പ്രൈസ് എത്ര കിട്ടും എന്നതാണ്. അതായത് അതിന് നിങ്ങൾ ഏജൻസിയെ പോയി കണക്ട് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. പറയാനുള്ള കാരണം പല സമയങ്ങളിലും ഫെസ്റ്റിവൽ സീസണിനോടൊക്കെ അനുബന്ധിച്ച് ഓഫേഴ്സുകളും ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്ര വരും എന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്, ബാങ്കിൽ നിന്ന് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്, അതേപോലെ തന്നെ അതിന് ഇൻട്രസ്റ്റ് എത്ര, ഡ്യൂറേഷൻ എത്ര, അഡീഷണൽ എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ ഹിഡൻ കോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇവയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം 21 വയസ്സിന് മുകളിലായിരിക്കണം. 700 മുകളിൽ സിവിൽ സ്കോർ വേണം. പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടായിരിക്കണം. നിങ്ങൾ എംപ്ലോയി ആയിരിക്കാം, സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കാം, എക്സ്ട്രാ എന്ത് തന്നെയാണെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫ് ഇനത്തിലും അതേപോലെ തന്നെ ID പ്രൂഫ് എന്ന രൂപത്തിലും അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ് വരുന്നത്. 700 മുകളിൽ സിവിൽ സ്കോറും ആവശ്യമാണ്. ഇനി ലോൺ എടുത്ത് കാർ വാങ്ങിക്കാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര രൂപ വരെ ലഭിക്കും എന്നതാണ്. ശരാശരി 80% മുതൽ 90% വരെയാണ് ലഭിക്കുന്നത്. എന്നാൽ അതിൽ 10-20% നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിടേണ്ടത്. അതായത് അവിടെ നമ്മൾ 10-20% നമ്മൾ തന്നെ കാണണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, ഫ്ലോട്ടിങ്ങും ഫിക്സ്ഡും. എന്നാൽ ഫിക്സ്ഡ് എടുക്കുന്നതാണ് നല്ലത്. ഫ്ലോട്ടിങ്ങിനെ അപേക്ഷിച്ച് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കാർ എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ ബേസ് ചെയ്ത് അത് മാറിക്കൊണ്ടിരിക്കും. അതായത് ബാങ്കും നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ബാങ്ക് ത്രൂ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് വളരെ വലിയൊരു കുറവ് കാണാൻ പറ്റും. അതേ സംബന്ധിച്ച് ചോളമണ്ഡലം ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ ബേസ് ചെയ്തിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അത് വളരെ ഹ്യൂജ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ശരാശരി വരുന്നത് 8% മുതൽ 15% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത് അറിയേണ്ടത് അതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചാണ്. 1 വർഷം മുതൽ 8 വർഷം വരെയാണ് ശരാശരി വരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം കാലതാമസം കൂടുന്നു അത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് ഇനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും ഷോർട്ട് പീരീഡിനുള്ളിൽ അടച്ചു തീർക്കുന്ന രീതിയിൽ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് പ്രോസസ് ഫീ ആണ്. പ്രോസസ് ഫീ എന്ന് പറയുമ്പോൾ 0.5% മുതൽ 3% വരെയാണ് പ്രോസസ് ഫീ ഇനത്തിൽ വരുന്നത്. അതുകൂടാതെ തന്നെ ഹിഡൻ കോസ്റ്റുകൾ, മറിഞ്ഞിരിക്കുന്ന കോസ്റ്റുകൾ ധാരാളം ഉണ്ടായിരിക്കും. ഇവ നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പിന്നീടായിരിക്കും ഇതിൻ്റെ ലോൺ അടച്ചു വരുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ അതും തമ്മിൽ ടാലി ആവാതെ വരും. അതേപോലെ തന്നെ നേരത്തെ അടച്ച് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള ഫീകളും കാര്യങ്ങളും വരാറുണ്ട്. ഇത്ര ഡ്യൂറേഷനുള്ളിൽ അടച്ചു തീർത്തു കഴിഞ്ഞാൽ ഫീകൾ വരും, ഇത്ര ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീകളൊന്നും വരില്ല. ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ഇത് നമ്മൾ കൃത്യമായി വായിച്ച് ബോധ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ കാർ ലോൺ എടുത്തുകൊണ്ട് കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ SBI, അതേപോലെ കനറ ബാങ്ക്, ആക്സിസ്, HDFC തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം നോർമലി അവരുടെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ബെറ്ററാണ്. ഏകദേശം 90% നിങ്ങൾക്ക് അവർ ലോൺ സാങ്ഷൻ ചെയ്തു തരാനും അതിൻ്റെ ഡ്യൂറേഷനിലും ഇൻട്രസ്റ്റ് റേറ്റ് ഇനത്തിലും വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് എൻ്റെ ജസ്റ്റ് ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെയും നിങ്ങളുടെ വരുമാനത്തിനും ഡ്യൂറേഷൻസ് അനുസരിച്ചെല്ലാം തന്നെ ഇതിനകത്ത് മാറ്റങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബാങ്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.